ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യയുടെ ഡൊമസ്റ്റിക് സർക്യൂട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെന്റ് ആയിട്ടുള്ള വിജയ് ഹസാരെ ട്രോഫി ടൂർണമെന്റിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വിജയ് ഹസാരെ ട്രോഫി ടൂർണമെന്റ് എന്ന് പറയുന്നത് ഒരു ഏകദിന ഫോർമാറ്റിൽ നടക്കുന്ന ഒരു ടൂർണമെന്റ് ആണ്. ഈ ഒരു ടൂർണമെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെ ഇതിന് വിജയ് ഹസാരെ ട്രോഫി ടൂർണമെന്റ് എന്നുള്ള പേര് വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, വിജയ് ഹസാരെ എന്ന് പറയുന്ന ഒരു പ്ലെയറിന്റെ പേരിലാണ്, മുൻ ഇന്ത്യൻ താരത്തിന്റെ പേരിലാണ് ആ ടൂർണമെന്റ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ നാളുകളിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓൾറൗണ്ടർമാരിൽ ഒരാളായിട്ടുള്ള വിജയ് ഹസാരയുടെ പേരിലാണ് ഈ ടൂർണമെന്റ് അറിയപ്പെടുന്നത്. അദ്ദേഹം മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിൽ ജനിച്ച് മുംബൈക്കൊക്കെ വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരമായിരുന്നു. ഒരുപാട് റെക്കോർഡുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റെക്കോർഡുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, അദ്ദേഹം ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിരുന്നു. ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിരുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യ ആദ്യമായിട്ട് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചുകൊണ്ട് ഒരു ടെസ്റ്റിൽ വിജയം നേടുന്നത്. അതുപോലെ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി 1000 റൺസ് തികയ്ക്കുന്ന ഇന്ത്യൻ ബാറ്ററും വിജയ് ഹസാരെ ആയിരുന്നു. ഒപ്പം തന്നെ ഒരു ടെസ്റ്റ് മത്സരത്തിന്റെ 2 ഇന്നിംഗ്സിലും സെഞ്ചുറി നേടിയ താരവും വിജയ് ഹസാരെ ആയിരുന്നു. അത് ഓസ്ട്രേലിയക്കെതിരെയാണ് അദ്ദേഹം ആ നേട്ടം കൈവരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള ഒരു ആദര സൂചകമായിട്ടാണ് BCCI ഈ ഒരു ടൂർണമെന്റിന് വിജയ് ഹസാരെ ട്രോഫി ടൂർണമെന്റ് എന്ന് അറിയപ്പെടുന്നത്. ഏതായാലും ഈ ടൂർണമെന്റിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ടീമുകൾ എല്ലാവരും തന്നെ ഈ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ബംഗാളിന് വേണ്ടി കളിക്കുന്ന മുഹമ്മദ് ഷമിക്ക് ഒരു റെസ്റ്റ് അനുവദിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ ഒരു ടീമിലേക്ക് വരികയാണെങ്കിൽ, കേരള ടീമിൽ സഞ്ജു സാംസണെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. സഞ്ജു സാംസണെ ടീമിൽ ഉൾപ്പെടുത്താത്തതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇതിന് മുന്നോടിയായി നടന്ന ഒരു പ്രിപ്പറേറ്ററി ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിൽ അദ്ദേഹം പങ്കെടുത്തില്ല എന്നുള്ളത് കൊണ്ടാണ്. ആ ഒരു ക്യാമ്പിൽ പങ്കെടുത്ത ആളുകളെ വെച്ചിട്ട് ഈ ടൂർണമെന്റ് കളിച്ചാൽ മതി എന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തീരുമാനിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ടൂർണമെന്റിൽ സഞ്ജു സാംസൺ ഇല്ലാത്തത്. സഞ്ജു സാംസണ് പകരമായിട്ട് സൽമാൻ നിസാർ ആയിരിക്കും കേരളത്തിനെ നയിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് തുടങ്ങിയ ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, പല മത്സരങ്ങളിലും നല്ല പ്രകടനങ്ങൾ പല താരങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു ടൂർണമെന്റ്, വിജയ് ഹസാരെ ടൂർണമെന്റ് എന്ന് പറയുന്നത്, ഈ വർഷം നടക്കുന്ന ടൂർണമെന്റ് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. എല്ലാ വർഷത്തെയും ടൂർണമെന്റ് പ്രാധാന്യം അർഹിക്കുന്നതാണെങ്കിലും ഈ വർഷത്തെ ടൂർണമെന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ടൂർണമെന്റ് കഴിയുന്ന ഉടനെ തന്നെ ഇന്ത്യ ഇംഗ്ലണ്ടുമായിട്ട് കുറച്ച് ഏകദിന മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് പാകിസ്ഥാനിലും ദുബായിലും അല്ലെങ്കിൽ ശ്രീലങ്കയിലുമായിട്ട് നടക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ടൂർണമെന്റിനുള്ള ടീമിനെ തിരഞ്ഞെടുക്കുന്നതിലും ഈ ഒരു വിജയ് ഹസാരെ ട്രോഫി ടൂർണമെന്റിലെ പെർഫോമൻസിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നടന്ന പല മത്സരങ്ങളുടെയും സ്കോർ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച കുറച്ച് താരങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം എന്ന് പറയുന്നത് മുംബൈയുടെ ക്യാപ്റ്റനായിട്ടുള്ള ശ്രേയസ് അയ്യരാണ്. ശ്രേയസ് അയ്യർ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ സജീവമല്ല. ഏകദിന ലോകകപ്പിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിൽ അധികം മത്സരങ്ങൾ കളിച്ചിട്ടില്ല. ശ്രീലങ്കയുമായിട്ടുള്ള ഒരു ഏകദിന പരമ്പര മാത്രമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതിനുശേഷം നമുക്കറിയാം, ഇപ്പൊ ഈ കഴിഞ്ഞ നടന്ന IPL ഓപ്ഷനിൽ 26,75,00,000 രൂപയ്ക്കാണ് പഞ്ചാബ് കിങ്സ് അദ്ദേഹത്തിനെ സ്വന്തമാക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മുംബൈക്ക് ഈ സയ്യിദ് മുസ്താഖ് അലി ട്രോഫി T20 ടൂർണമെന്റിൽ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്ന് നടന്ന ഒരു നല്ല ക്ലോസ് ആയിട്ടുള്ള ഒരു മത്സരത്തിൽ മുംബൈയും കർണാടകയും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടീമുകളാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ 50 ഓവറിൽ 382 റൺസാണ് സ്കോർ ചെയ്തത്. വലിയൊരു സ്കോറായിരുന്നു മുംബൈ നേടിയത്. അതിൽ 50 ബോളിൽ സെഞ്ചുറി നേടാനായിട്ട് ശ്രേയസ് അയ്യർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ തിരിച്ചു ബാറ്റ് ചെയ്ത കർണാടക KL ശ്രീജിത്ത് എന്ന് പറയുന്ന വിക്കറ്റ് കീപ്പർ ബാറ്ററുടെ ഒരു 150 റൺസിന്റെ സഹായത്തോടു കൂടി ആ മത്സരം ജയിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഓപ്ഷനിൽ മുംബൈ ഇന്ത്യൻസ് ആണ് വിക്കറ്റ് കീപ്പർ ബാറ്റർ ആയിട്ടുള്ള KL ശ്രീജിത്തിനെ അവരുടെ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. 101 ബോളുകളിൽ 150 റൺസാണ് KL ശ്രീജിത്ത് നേടിയത്. മറ്റൊരു പ്രധാനപ്പെട്ട പെർഫോമൻസ് എന്ന് പറയുന്നത്, അരുണാചൽ പ്രദേശിനെതിരെ പഞ്ചാബിന് വേണ്ടിയിട്ട് അൻമോൽ പ്രീത് സിംഗ് നേടിയ ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ഇന്നിംഗ്സ് ആയിരുന്നു. അരുണാചൽ പ്രദേശ് താരതമ്യേന ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു ചെറിയ ടീമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പഞ്ചാബുമായിട്ട് മത്സരിക്കാൻ പറ്റുന്ന ഒരു ടീമല്ല. എന്നാൽ തന്നെ ആ മത്സരത്തിൽ അൻമോൽ പ്രീത് സിംഗ് 35 ബോളിൽ സെഞ്ചുറി നേടിയിരിക്കുകയാണ്. 35 ബോളിൽ സെഞ്ചുറി നേടുക എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ വിജയ് ഹസാരെ ട്രോഫി ടൂർണമെന്റ് ഒരു ആഭ്യന്തര ഏകദിന ടൂർണമെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതിന് നമ്മൾ ഈ സ്കോർ ബുക്കിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ESPN ക്രിക്കറ്റ് ഫോലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ലിസ്റ്റ് A എന്ന് കാണാനായിട്ട് സാധിക്കും. ലിസ്റ്റ് A എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ടൂർണമെന്റിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ താരം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയുടെ ജെയ്ക്ക് ഫ്രേസർ മെഗുർഗാണ്. ജെയ്ക്ക് ഫ്രേസർ മെഗുർഗ് 29 ബോളുകളിലാണ് സൗത്ത് ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി സെഞ്ചുറി നേടിയത്. അദ്ദേഹം സെഞ്ചുറി നേടിയത് ടാസ്മാനിയയ്ക്കെതിരെയായിരുന്നു. മറ്റൊരു പ്രകടനം എന്ന് പറയുന്നത് AB de Villiers-ന്റെ ആയിരുന്നു. AB de Villiers 31 ബോളുകളിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി സെഞ്ചുറി നേടിയിട്ടുണ്ട് ഇതിനു മുമ്പ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മൂന്നാമത്തെ ഒരു മികച്ച പ്രകടനമായിരുന്നു അൻമോൽ പ്രീത് സിംഗിന്റെ. 35 ബോളുകളിലാണ് അദ്ദേഹം സെഞ്ചുറി നേടിയത് എന്നുള്ളതാണ്.
ഏതായാലും വിജയ് ഹസാരെ ട്രോഫി ടൂർണമെന്റിൽ ഒരുപാട് മികച്ച പ്രകടനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം എല്ലാ ദിവസങ്ങളിലും അതിന്റെ മത്സരങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മത്സരങ്ങളിലെ പെർഫോമൻസുകൾ എല്ലാം തന്നെ ഈ വരാൻ പോകുന്ന ഇംഗ്ലണ്ടുമായിട്ടുള്ള ഏകദിന പരമ്പരയിലും അതിന് ശേഷമുള്ള ഈ ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടാനായിട്ട് പല താരങ്ങളെയും സഹായിക്കും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ എന്ന് പറയുന്നത്. ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.